ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ വ്യൂസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതായത് മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിന്റെ ഒരു ലെവൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് മാർക്കറ്റ് രാവിലെ തന്നെ ഒരു അപ്സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു പി ഒ സി ലെവലിലേക്ക് മാർക്കറ്റ് എത്തും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു 2020 ഒന്നിലെ ഒരു ഇമോഷണൽ സെല്ലിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്താണ് ആ ഒരു ലെവലിലേക്ക് അപ്സൈഡിലേക്ക് ഒരു ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തും. അപ്പൊ നമുക്ക് അവിടെ ഒരു ടാർഗറ്റ് വെക്കാന്നുള്ള കാര്യം ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ലൈവ് ട്രേഡിംഗിൽ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ഇത് തന്നെയായിരുന്നു. അപ്പം ഈ ഒരു ലെവലിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ട് ചാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു 350 25,350യുടെ മുകളിലായിട്ട് നമുക്കൊരു അപ്സൈഡ് മൂവ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യം ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ലെവലിന്റെ താഴേക്ക് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഒരു പുട്ട് സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നതിന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു ലെവലും കറക്റ്റ് ആയിട്ട് തന്നെ മാർക്കറ്റ് ഈ ലെവലിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴേക്ക് വന്നിട്ട് ആ ഒരു ലെവൽ കറക്റ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്, ഒരു സപ്പോർട്ട് ഏരിയ ആണ് 25,178. അപ്പൊ നാളത്തേക്കും നിങ്ങൾ ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യാം. അതായത് നാളത്തേക്ക് ആക്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ലെവലാണ് 25,178 ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യാം. അപ്പൊ നാളത്തേക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവല് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതായത് 25,450 മുതൽ ആ ഒരു 25,500 ലെവൽ വരെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. 25,320 മുതൽ 25,350 വരെയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പം നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരുവാണെങ്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഈ ഒരു ലെവൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ അഗൈൻ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താണ് നല്ലത്. ആദ്യത്തെ ഒരു 1 അവർ നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് എന്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിന്റെ താഴെയാണ് നമുക്ക് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 25,180യുടെ താഴെയായിട്ട് 178ന് താഴെയായിട്ട് നമുക്ക് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 25,120 ലെവല്. അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് അഗൈൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 25,120യുടെ താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 25,025 എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് ബൗൺസ് ചെയ്ത് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഒരു ഫർദർ ഫാള് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ലെവലിന്റെയും താഴെയാണ്. അതായത് 24,917 ലെവല് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത ലെവലാണ്. അപ്പൊ ഇതിന്റെ താഴെ ഒരു ഫർദർ ഫാൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 24,850 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്റ്റുഡൻസിന് വേണ്ടി ലൈവ് ട്രേഡിംഗ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ആ ഒരു ലൈവിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മെമ്പേഴ്സിന് വേണ്ടി ആഴ്ചയിൽ 1 or 2 ഡേയ്സ് നമ്മൾ ഫ്രീ ആയിട്ട് ലൈവ് ട്രേഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആഴ്ച നമുക്ക് ലൈവ് കൊടുക്കാനായിട്ട് പറ്റിയില്ല, കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ട്രേഡിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആലിസ് ബ്ലൂവിന്റെ ലിങ്ക്, ഡിമാറ്റ് അക്കൗണ്ടിന്റെ നമ്മുടെ ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പം ആ ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് ആ ഒരു റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് സെഷൻ, സൂമിലൂടെയുള്ള ലൈവ് ട്രേഡിംഗ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മൾ ഈ പറഞ്ഞ ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാം. താങ്ക് യു.